ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇപ്പോൾ ട്രെൻഡിങ്ങിലല്ല, ആയിരുന്നതായിരുന്നു. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നിരുന്നാലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അതിൻ്റെ പേരിൽ ചെയ്യുന്നൊരു ട്യൂട്ടോറിയലാണ്. അലൈറ്റ് മോഷൻ ഓപ്പൺ ആക്കുക, റേഷ്യോ ഫ്രെയിം റേറ്റും കാര്യങ്ങളെല്ലാം സെലക്ട് ആക്കിയതിന് ശേഷം ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഗാലറിയിൽ നിന്ന് ഇപ്പോൾ ഫോട്ടോ വീഡിയോ ഏതാണെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം താഴത്തെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ കൊണ്ടുവന്നിടുക. ഓക്കെ, ഇനി മുകളിലത്തെ ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കോമ്പോസിഷൻ ഏരിയ കൊടുക്കുക. ഇനി ആ റെക്റ്റാങ്കിളിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. റെക്റ്റാങ്കിൾ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യുക. ഓക്കെ, വീഡിയോ കാണുന്ന പോലെ ട്രിം ചെയ്യുക. അതിനുശേഷം റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോകുക, ആഡ് എഫക്ട്സിൽ പോയിട്ട് കോപ്പി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. ഓക്കെ, കോപ്പി ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ഇപ്പോൾ വരും. ജസ്റ്റ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോട് എഴുതുക. വീണ്ടും ആ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, എഫക്ട്സിൽ പോവുക, ആഡ് എഫക്ട്സിൽ പോയിട്ട് ടൈൽസ് ആഡ് ചെയ്യുക. ഓക്കെ, വീണ്ടും ആഡ് എഫക്ട്സിൽ പോവുക, ഫൈൻഡ് എഡ്ജ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ഫൈൻഡ് എഡ്ജ് എടുത്തിട്ട് ശേഷം സ്മൂത്തിങ് 1 ആക്കുക. ഓക്കെ, സോറി, സ്മൂത്തിങ് 1 തന്നെയാണ്. ഈ ത്രെഷോൾഡ് ജസ്റ്റ് ഫുള്ളായി കൊടുക്കുക. അതിനുശേഷം ഇൻവേർട്ട് കൊടുക്കുക. ഇനി ആഡ് എഫക്ട്സിൽ പോയിട്ട് ഹ്യൂ ഷിഫ്റ്റ് നോക്കാം. ഓക്കെ, ഹ്യൂ ഷിഫ്റ്റിൽ ജസ്റ്റ് ഒന്ന് ആനിമേറ്റ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക. അത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, ഫ്രണ്ടിലോട്ടാക്കുക. ഓക്കെ, അത് റെക്റ്റാങ്കിളിൻ്റെ ഫ്രണ്ടിലോട്ടാക്കുക. വീണ്ടും ജസ്റ്റ് ഒന്ന് കൂട്ടുക. വീണ്ടും ആ ഒരു റെക്റ്റാങ്കിൾ ആ ഒരു കീ ഫ്രെയിം റെക്റ്റാങ്കിളിൻ്റെ എൻഡിങ്ങിലാക്കുക. ഇവിടെ ഗ്രാഫിൻ്റെ ആവശ്യമില്ല. താല്പര്യമുള്ളവർ ജസ്റ്റ് ഒരു എസ്കർവ് അങ്ങനെ ആഡ് ചെയ്യുക. അടുത്തത് സാച്ചുറേഷനിൽ ഇപ്പോൾ. ഓക്കെ, സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് അത് വന്നിട്ട് അത് ഓപ്പൺ ആക്കുക. സാച്ചുറേഷൻ 100 ആക്കുക. വൈബ്രൻസ് വന്നിട്ട് 1.50. ഓക്കെ, ആ റേഞ്ച് വയ്ക്കുക. ഇനി വന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ബാക്ക് വരിക. ബാക്ക് വന്നിട്ട് റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി പോവുക. ആ ലൈറ്റണിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വയ്ക്കുക. ഓക്കെ, വച്ച് നോക്കുക. ഇപ്പോൾ ഓരോന്ന് എക്സ്പെരിമെൻ്റ് നോക്കുക. ഞാൻ ഇപ്പോൾ ഇവിടെ ലീനിയർ ഡോട്ട്സാണ് വെക്കുന്നത്. അതിനുശേഷം അടുത്ത നമുക്ക് ബ്ലെൻഡിങ് ആൻഡ് ഒപ്പാസിറ്റി വീണ്ടും പോവുക. നമുക്കിവിടെ കീ ഫ്രെയിം ആഡ് ചെയ്യാം. ഓക്കെ, വീഡിയോ കാണുന്ന പോലെ ആദ്യത്തെ കീ ഫ്രെയിം 100ഉം രണ്ടാമത്തത് 0. ഓക്കെ, രണ്ടാമത്തത് കംപ്ലീറ്റ് 0 വയ്ക്കുന്നില്ല, ഒരു 30% വയ്ക്കുക. ഓക്കെ, അതിനുശേഷം അടുത്തത് ടൈൽസ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ക്രോപ്പിൽ ഒരു കീ ഫ്രെയിം അത് ഫ്രണ്ടിലാക്കുക. റെക്റ്റാങ്കിളിൻ്റെ അടുത്ത കീ ഫ്രെയിം വന്നിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അടുത്ത ഗ്രാഫ് വന്നിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഓക്കെ, നമുക്കിനി ഇത് വീണ്ടും എഡിറ്റ് ചെയ്ത് ഇതിപ്പം നമുക്ക് സബ്ജക്റ്റോ ബാക്ക്ഗ്രൗണ്ടോ കറക്റ്റ് ഫുള്ളി ആയിട്ട് ആ ഒരു ഇപ്പം നിയോൺ എഫക്റ്റ്, നമുക്ക് നിയോൺ എഫക്റ്റ് എന്ന് തന്നെ വിളിക്കാം. ആ ഒരു എഫക്റ്റ് വരുന്നില്ല. അപ്പോൾ ആ റെക്റ്റാങ്കിൾ ഒന്ന് സെലക്ട് ചെയ്യുക, ഫൈൻഡ് എഡ്ജിൽ പോയിട്ട് ത്രെഷോൾഡ് സെലക്ട് ചെയ്യുക, ഒന്ന് കുറയ്ക്കുക. ഓക്കെ, ഇപ്പോൾ കംപ്ലീറ്റ് കുറയ്ക്കണമെന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു ഔട്ട്ലൈനും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, സ്മൂത്തിങ്ങിലൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തുക. ഇതിൽ രണ്ടിലും ഫൈൻഡ് എഡ്ജ് മാത്രം ഒന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഈ ഒരു എഫക്റ്റ് നിങ്ങളിപ്പോൾ ട്യൂട്ടോറിയൽ കണ്ട് കംപ്ലീറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് XML ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ജസ്റ്റ് അതൊന്ന് റെക്റ്റാങ്കിൾ ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും ഈ ഒരു എഫക്റ്റിൻ്റെ XML ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനി എൻ്റെ ചാനലുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക.